ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവിയുടെ റിവ്യൂ പറയാനാണ്. മാർക്കോ എന്ന് പറയുന്ന മൂവി ഇറങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂവി ഇറങ്ങിയത്. അപ്പോൾ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക വയലൻസ് ഡീലിംഗ് വിത്ത് റോങ് ഗായ്. ഇതാണ് പടം. ഒരു മലയാള സിനിമയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. നമുക്കൊരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം പക്ക പാൻ ഇന്ത്യൻ മൂവി. നമ്മുടെ ഒരു മലയാള സിനിമ തന്നെ ഇതിന് ഒരിക്കലും പറയില്ല. കാരണം ഇതിൻ്റെ ഫ്രെയിംസ് അത്രത്തോളം പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറിങ് ആയിക്കോട്ടെ ഫീൽ ഐറ്റം. ഇതിൻ്റെ ക്വാളിറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു പടത്തെ നമ്മൾ പാൻ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലാതെ വയലൻസ് കൊണ്ടോ അങ്ങനെയുള്ള ഒരുമാതിരി കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. ക്വാളിറ്റി മൂവിയുടെ നമ്മളിപ്പോൾ KGF ബാഹുബലിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതുപോലുള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നു ഒരു 15 കോടി അതിൻ്റെ ബഡ്ജറ്റ് എന്ന് തോന്നുന്നു. 15 കോടി മറ്റോളം ബഡ്ജറ്റ്. ഈ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനൊരു പടം എടുത്ത് വെച്ച് ഇങ്ങനത്തെ ഒരു ഫ്രെയിം, അതായത് നമ്മൾ ഓരോ ഷോട്ടും, അതായത് ഒരു ഷോട്ട് ഇപ്പോൾ ഇതിൻ്റെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ പക്കാ പാൻ ഇന്ത്യൻ. അതൊരു മലയാളം സിനിമയാണെന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയാണെന്നുള്ളത് ഒരു ഫീല് വരാത്ത രീതിയിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഓപ്പണിംഗ് ഷോട്ട് മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി ഷോട്ട്. ഇപ്പോൾ നമ്മൾ ഒരു സിനിമയുടെ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഇടുന്ന കോസ്റ്റ്യൂംസ്, അതിൻ്റെ ഫ്രെയിം, അതിൻ്റെ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫുൾ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു സീനിൽ പോലും നമ്മൾക്കിതൊരു മലയാളം സിനിമയാണെന്ന് പറയാനേ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ തമിഴ് വേർഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പറയില്ല അതൊരു തമിഴ് സിനിമയാണെന്ന് പറയില്ല. മലയാളം വേർഷനാണ് കാണുന്നതെങ്കിൽ മലയാള സിനിമയാണെന്ന് പറയില്ല. കാരണം ഒരു പാൻ ഇന്ത്യൻ പടം, അതാണ് മാർക്കോ. ഫസ്റ്റ് പറയുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വയലൻസ്. കാരണം എല്ലാവരും വയലൻസ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആദ്യം പറയാതായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വയലൻസ്. പൊന്നോ, സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ഒന്നും പറയാനില്ല. കാരണം ഞാനിന്ന് കണ്ടത് 3-ാമത്തെ ദിവസമാണ്, 4ാമത്തെ ദിവസമാണ്. ഇപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ. എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ ഇവർ കുറേ സാധനങ്ങൾ കട്ട് ചെയ്തു. അതായത് നമ്മൾ ആദ്യം ദിവസം ഇറങ്ങിയതിന് കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം പല സീനുകളിലും നമ്മൾ കാണുമ്പോൾ അതൊരു ഫ്ലോയിൽ പോകെ ജംപ് കട്ട് ഫീൽ ആവുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പല കാര്യങ്ങളും നമ്മളത് സെൻസർ ബോർഡിൽ നിന്നല്ലാതെ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പ്രേക്ഷകരുടെ ഇത് മാനിച്ചിട്ട് പക്ക വയലൻസ്. എനിക്ക് വേറൊന്നും പറയാനില്ല, പക്ക വയലൻസ്. മനക്കെട്ടിയുള്ളവർ മാത്രം പോയി കാണുക ഈ സിനിമ. ലൈക്ക് അല്ലാത്തവരും പോയി കാണാം. കണ്ണടച്ച് ചെയ്തിരുന്നാൽ മതി, സ്പീക്കറിൻ്റെ അടുത്തൊന്നും ഇരിക്കാതിരിക്കുക. അതാണ് സിനിമ. പിന്നെ അടിപൊളി പടം. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ ആയിക്കോട്ടെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാവുന്നൊരു പടം. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മലയാള സിനിമയിലെ എല്ലാ ഡയറക്ടേഴ്സും ഒരു അസോസിയേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ പക്കയായിട്ട് നമ്മുടെ മൂവി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം എക്സ്പെക്റ്റ് ചെയ്തത്ര പ്രൊമോഷൻ ഈ മൂവിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഈ മൂവിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും മൂവി കാണുന്നുണ്ട്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മൂവി എന്തായാലും ഒരു തമിഴ്നാട് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ കാണുക. പിന്നെ ക്രെഡിറ്റ് സീൻ എല്ലാവരും ഇരുന്ന് തന്നെ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് ടൈറ്റിൽ വരുമ്പോൾ എണീച്ച് പോകരുത്, ക്രെഡിറ്റ് സീൻ കാണാവുന്നതാണ്. കാരണം അടുത്തൊരു പടത്തിലേക്കുള്ള ലിങ്കും നമ്മുടെ മീഡിയ മൂവിയിലേക്കുള്ള ലിങ്ക് എല്ലാം അതിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഇരുന്ന് കാണാം. ഓക്കെ, പടം അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.